നമ്മുടെ മുടിയുടെ കോലം കണ്ടാരും കരുതുന്നുണ്ട് നമ്മൾ അച്ഛനെ വിളിക്കാൻ പോയപ്പോൾ എൻ്റെ മുടിയുടെ കോലം ഇങ്ങനെ ഏതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അച്ഛൻ കൊടുക്കുന്ന പെട്ടികൾ പൊട്ടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു പൊട്ടിയെ പൊട്ടിക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ലെയർ കഴിയണം തോന്നുന്നു. നമ്മളൊരു സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ ഗൈസ് അച്ഛൻ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ വേണ്ടത്തെ പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അച്ഛനെടുത്ത് മാറ്റി. പിന്നെ 2 എമർജൻസി ആയിരുന്നു. നമുക്ക് ഈ കറണ്ടൊക്കെ പോകുമ്പോൾ പഠിക്കാനായിട്ട് അച്ഛൻ കൊടുത്തുവിട്ട് ടേബിൾ ലാമ്പ് പോലത്തെ എമർജൻസി. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇടാം. പിന്നെ കുറച്ച് സ്പ്രേ, നമ്മൾ ഈ റൂം ഫ്രഷ്നർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് റൂം ഫ്രഷ്നർ ഉണ്ട്. അത് അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, കുറച്ച് റൂം ഫ്രഷ്നർ ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സാധനം ഞാൻ ആദ്യം എടുത്ത് അത് അച്ഛൻ്റെ ഡ്രസ്സാട്ടോ. ഗൈസ്, അച്ഛൻ്റെ ഷർട്ടും പാൻറ്റും സംതിങ്ങാണ്. പിന്നെ അച്ഛന് ഇത് കുറേ ചോക്ലേറ്റ് കോഫിയും അങ്ങനത്തെ പൗഡറുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതാണ്. ഞാനത് ആദ്യം തുറന്ന് കാണിക്കാതെ എടുത്ത് വെക്കാൻ നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു തുറന്ന് കാണിക്കാറ്. അപ്പോൾ ഞാൻ ഇത് തുറന്ന് കാണിക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് കോഫി, നെസ്കഫേ, ഗ്രീൻ ടീ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം. പിന്നെ നെക്സ്റ്റ് കുറച്ച് ഏലക്കയാണ്. എനിക്ക് ഏലക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ 2 നമ്മൾ ഈ മുറിവിനൊക്കെ തേക്കുന്ന, വേദനയ്ക്കൊക്കെ തേക്കുന്ന സാധനം. പിന്നെ ഇതൊരു റൂം ഫ്രഷ്നർ. പിന്നെ എന്താ അച്ഛൻ്റെ ഒരു മരുന്നാണ് കാണിച്ചത്. പിന്നെ ഇത് കുറച്ച് ഗ്രാമ്പൂ പോലത്തെ സാധനം എന്തോ ആണ്, അതിൻ്റെ പേര് അറിയണവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെന്താ ഏത്തപ്പഴമോ അല്ല മറ്റേ കറുകപ്പട്ടയാണ്. പിന്നെ എന്താ അമ്മയുടെ ഒരു ചോട്ടി ബാഗാണ്. അമ്മയ്ക്ക് മിനി ബാഗൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എന്തുവാ, അതിൻ്റെ പേര് എനിക്ക് കാണില്ല, ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു. പിന്നെ 2 പാക്കറ്റ് ഈത്തപ്പഴമാണ് കാണിച്ചത്. പിന്നെ നമ്മളിത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അച്ഛൻ്റെ ഒരു ഷർട്ടാണ് അപ്പോൾ കാണിച്ചത് കേട്ടോ. ആ മഞ്ഞ കവറിൽ എന്താണെന്ന് എനിക്കറിയാം, ഞാനും കണ്ടില്ല ഗൈസ്. അത് അച്ഛനെടുത്ത് ഞാൻ കുഞ്ഞാവയ്ക്കുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാവരും വാരിക്കൊണ്ട് എനിക്ക് എന്താ കാണിച്ചതെന്നൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ സ്പ്രേ ആണ്. പിന്നെ കുഞ്ഞാവേൻ്റെ ഒരു ഹെയർ ബാൻഡ്, 2 സ്പ്രേ ഇതാണ് ഗൈസ്. പിന്നെ ഇപ്പോൾ കാണിച്ചതാണ് മറ്റേ സാനിറ്റൈസറില്ലേ, അതാണ് സാനിറ്റൈസർ. പിന്നെ കുഞ്ഞാവൻ്റെ ഹെയർ ബാൻഡ്, ഇതിപ്പോൾ എത്ര നേരം ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞാവൻ്റെ ഹെയർ ബാൻഡ്. പിന്നെന്താ കുറച്ച് നൈൽ കട്ടർ ഉണ്ടാവില്ലേ, അതുണ്ട്. കുറച്ച് നൈൽ കട്ടർ, നല്ലൊരു വലിയ സെറ്റാണ്, അത്യാവശ്യം കുറച്ചുണ്ട്. പിന്നെന്തുവാ കണ്ടോ, നെയിൽ കട്ടർ സെറ്റ്, അത് ഞാൻ അച്ഛനടുത്തേക്ക് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ചൊരു പെൻസിലിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പേനയുടെ സെറ്റും, പിന്നെ എന്താ വീണ്ടും ഒരു പെൻസിൽ സെറ്റ്, പിന്നെ വീണ്ടും ഒരു പെൻസിൽ സെറ്റ്, എനിക്കും കാശിനും കൂടി ഒരു പെൻസിൽ സെറ്റ്. പിന്നെ ഇത് വീണ്ടും ഒരു പെൻസിൽ സെറ്റ്, അത് അനന്തൂന് എടുത്തിട്ട് നമ്മൾ ആ പെൻസിൽ സെറ്റ്. പിന്നെ അമ്മയ്ക്കൊരു എന്തായിരുന്നു അതിൻ്റെ പേര്, മുല്ലപ്പൂവിൻ്റെ സ്പ്രേ. പിന്നെ ഒരു സ്പ്രിങ് കേട്ടോ, അത് ഞാൻ എടുത്തു. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാം. പിന്നെ എന്തുവാ, അതെൻ്റെ ഡോക്കിൻ്റെ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് കൊണ്ടെത്താൻ പറഞ്ഞ 15+ ഡോക്കിൻ്റെ സംഭവമാണ്. അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതേ ഒരു പൗഡർ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ പിന്നെ ഒരു കീ ചെയിൻ പോലത്തെ സാധനം. പിന്നെ കുറച്ച് ബ്രഷുകളുണ്ട്, അത് തന്നെ. പിന്നെന്തുവാ കുറേ പസിൽ, അതൊന്നും എടുത്തിട്ട് പോയി. അപ്പോൾ ഞാനിപ്പോൾ അത് അച്ഛനോട് പറയാം, കാശിൻ്റെ അടുത്ത് നിന്ന് വെച്ചാൽ വാങ്ങിത്താ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് കൊടുക്കാറ്. അപ്പോൾ അത് ഞാൻ വാങ്ങി. കുറച്ച് പസിൽ, അതൊന്നും നന്നായി ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ശരിയാക്കി. പിന്നെന്താ കുറച്ച് കണ്ണാടിയാണ്. കുറച്ച് കണ്ണാട, ട്രാൻസ്പെറൻറ്റ്. പിന്നെ ഞാനൊരു ആൽഫബറ്റിൻ്റെ ബുക്ക് കണ്ടു. എന്തിനാ കൊണ്ടുവന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെന്തുവാ കുറച്ചും കൂടെ, അത് അച്ഛനിപ്പോൾ കൊടുത്തു വെച്ചു. അതിൽ ഞാനൊരു കണ്ണാട ഓൾറെഡി പൊക്കി. പിന്നെ ഇതാണ് ലബൂബു, ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഉറപ്പായിട്ട് ഞാനുണ്ട്. ഇപ്പോൾ വൈറലിൽ നിൽക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു കൊണ്ടിരിച്ചാണ് ഒരു ലബൂബു. അത് നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടല്ലോ, അതിൽ അൺബോക്സ് ചെയ്യാം. പിന്നെ കാശി ഇപ്പോൾ കാണിച്ചത് 2 പേസ്റ്റ്, എൻ്റെ മുഖം കാണില്ല കാരണം പകുതിയുള്ളൂ, കാരണം ഞങ്ങൾ വീഡിയോ എടുത്ത് ചെരിഞ്ഞിട്ടിരുന്നപ്പോൾ. പിന്നെ 2-3 കളിപ്പാട്ടങ്ങൾ ചെറുത് അച്ഛനെ എവിടെ നിന്ന് കിട്ടണമെന്ന് അറിയില്ല, കുറച്ച് ഫ്രണ്ട്സ് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു ജോമെട്രിക്കൽ ബോക്സ്, ഇങ്ങനത്തെ 3 ഉണ്ട്. അതൊന്ന് എനിക്ക്, ഒന്ന് കാശിക്ക്, പിന്നെ ഒന്ന് അനന്തൂൻ്റെ അടിയിൽ എവിടെയാണ്. പിന്നെ എന്തുവാ കുറച്ചും കൂടി സ്പ്രേ ഉണ്ട്, ഒരു സ്റ്റാപ്ലെയർ, പിന്നെ വേറൊരു സ്പ്രേ നൈറ്റ് ബ്ലൂ, ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ഒരു ഡൗവിൻ്റെ ഒരു ഷാമ്പു, അത് നമ്മൾ അമ്മ വീട്ടിലേക്ക് വാങ്ങിയതാണ്. പിന്നെ എന്തുവാ കുറച്ച് സ്പ്രേ കൊണ്ടൊരു അഭിഷേകമാണ്. പിന്നെ 2 സ്പ്രേ ഞാൻ പറഞ്ഞ സ്പ്രേ കൊണ്ടൊരു അഭിഷേകമാണ്. പിന്നെ കുറച്ച് ടൈഗർ ബാം, സ്ക്രബ്ബർ കാര്യങ്ങൾ കാശ് എടുത്തുകൊണ്ടാണ് സ്പീഡിലാണ് ഞാൻ പറയുന്നത്. പിന്നെ വാസലിൻ്റെ ചെറിയൊരു 2 ചെറിയല്ല വലുത്, അത്യാവശ്യം വലുപ്പമുള്ള 2. പിന്നെ ഒലിവ് ഓയിലാണ് 2. പിന്നെ ഗൈസ് ഒലിവ് ഓയിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പിന്നെ എൻ്റെ നിവ്യയുടെ എന്തായിരുന്നു ബോഡി വാഷ്, അങ്ങനെ സ്ക്രബ്ബർ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല. പിന്നെ കുഞ്ഞാവയ്ക്കൊരു കളിപ്പാട്ടം, ഒരു ഡാൻസ് കളിക്കുന്ന പാവയിട്ടത്, പിന്നെ ഒരു പൗഡർ, പിന്നെ കുറേ ടൈഗർ ബാം, പിന്നെ 2 സ്കെയിലാണ് ഞങ്ങൾക്ക് കേട്ടോ. 2 സ്കെയിൽ,
എനിക്കും കാശിക്കും താല്പര്യം. ഇപ്പോഴാണ് നമ്മൾ അനന്തുവിൻ്റെ ജോമെട്രിക്കൽ ബോക്സ് എടുക്കുന്നത്. ഇതിലെന്ത് സ്പെഷ്യലാവും നമുക്ക് നോക്കാം. പിന്നെ ഇതേ ഒരു പെന സെറ്റ് നമ്മൾ അനന്തുവിന് കൊടുത്തു. തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അനന്തുവിന് കൊടുക്കാനാണ്. പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, നമ്മൾ സ്റ്റിക്ക് അത്. പിന്നെ എന്തുവാ, ഒരു ടോർച്ച്, കുറച്ച് ഡൈവർ ബാം അങ്ങനത്തെ തന്നെ. വീണ്ടും ടോർച്ചാണ് കേട്ടോ, ഇത് അച്ഛനാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു, നമ്മുടെ റൂം ക്ലീനൊക്കെ ചെയ്യണം. എൻ്റെ പേര് അറിയാനോട് കമൻറ്റ് ചെയ്യാൻ മറന്നു ഗൈസ്. വീഡിയോ എത്തിയതൊക്കെ മറക്കണം. പിന്നെ ഒരു ടർക്കി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ്. പിന്നെ ഇത് അമ്മയുടെ വാച്ചാണ്. നമുക്ക് രണ്ടാമതൊരു ബാഗും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ അൺബോക്സ് ചെയ്യാം. നമ്മൾ മുട്ടായിയൊന്നും കണ്ടില്ലല്ലോ, ഇതൊക്കെ ഇതിനകത്ത് നിൽക്കണുള്ളൂ. ഇതാണ് അമ്മയുടെ വാച്ച്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് അമ്മേൻ്റെ വാച്ച്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അമ്മേൻ്റെ വാച്ച് അതാണ്. നമ്മളത് അമ്മയ്ക്ക് തന്നെ പൂട്ടി കൊടുത്തു. അമ്മയ്ക്ക് അച്ഛൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അമ്മയ്ക്ക് ടൈറ്റൻ്റെ വാച്ച് വേണം പറഞ്ഞു. അപ്പോൾ അവിടെ അച്ഛൻ ടൈറ്റൻ്റെ വാച്ച് വന്നു. പിന്നെ അങ്ങനെ ഹരേ കൃഷ്ണ ചൊല്ലണ ഒരു മറ്റേ മന്ത്രത്തിൻ്റെ പേര് കൗണ്ട് ഡൗൺ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഒരു കുഷ്യനാണ്. നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരുമ്പോൾ അതിന് വെക്കാനൊരു കുഷ്യൻ. പിന്നെ എന്തോ അച്ഛൻ്റെ കുറച്ച് ഷർട്ടുകൾ. പിന്നെ ഒരു വലിയ ചോക്ലേറ്റിൻ്റെ ഒരു ഇത് ചെയ്തിട്ട് എന്നതിൻ്റെ പേര് ഞാൻ മറന്നുണ്ട്. പക്ഷെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്ന് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ചെറുതൊക്കെ ഇഷ്ടമല്ല, വലുത് ഇഷ്ടം. പിന്നെ കുറച്ച് ഗൾഫ് ചോക്ലേറ്റ്, ഇതൊക്കെ പറ്റുന്ന സാധനമല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ 2 കുനാഫ ചോക്ലേറ്റ്. ഇതിന് ഞാനൊരു റിവ്യൂ ഇടുന്നുണ്ട്, അതൊക്കെ എല്ലാവരും കാണുക. ഞാൻ സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോയിൽ നമ്മുടെ സാധനം മാത്രം അൺബോക്സ് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബൗണ്ടിയുടെ ഒരു ചെറിയ പാക്കറ്റ്. എനിക്ക് ചോക്ലേറ്റിനോട് അത്രയൊന്നുമില്ല, അത് ഞാൻ കഴിക്കും. പിന്നെ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരു കൗവിൻ്റെ എന്തോ ഒരു മിഠായിയാണ്, അതും ഉണ്ട്. പിന്നെന്താ ബദാം അല്ല, എന്താ ഇതിൻ്റെ പേര് പറഞ്ഞു, എന്താ ഇതിൻ്റെ പേര് ഞാനത് മറന്നു. ആ തോടുള്ള സാർ അതിൻ്റെ പേരും കമൻറ്റ് ചെയ്തു. പിന്നെ ഇത് ബദാമാണ് കേട്ടോ, ഇപ്പോഴാണ് ബദാം വന്നത്. പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് 2 ചുരുങ്ങം, അതിൽ കുറച്ചെടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ ബദാം, അതാണ് ബദാം അല്ല അണ്ടിപ്പരിപ്പ്. പിന്നെ അത് അപ്പത്തെ കവറിൽ അച്ഛൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെ ഉള്ളു ഈ ബാഗിൽ. ഇനി നമ്മൾ ഇവിടുന്ന് കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ നമ്മൾ ഒരു ഗിവ് അവേയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരും പാർട്ടിസിപ്പേറ്റ് വരാൻ വെക്കരുത്. നമ്മൾ അവിടെ ഒച്ച ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ എല്ലാവരും കുറേ വീഡിയോസും ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആരും മിസ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മൾ ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് മക്കളെ.